ചുട്ടുപൊള്ളുന്ന വെയിലിന് ചെറിയൊരു ആശ്വാസം വൈകുന്നേരം ആയി തുടങ്ങി കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ടില്ല. അപ്പം ഞങ്ങളിന്ന് ചായയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എന്നും രാവിലെ തുടങ്ങുന്നൊരു വ്ളോഗാണല്ലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാകാമെന്ന് വിചാരിച്ചു കേട്ടോ. 7 മണിക്ക് ശേഷമാണ് നമ്മൾ പാക്കിങ്ങിന് ഇറങ്ങുക. നമ്മുടെ ഓൺലൈനായിട്ട് കൊടുക്കുന്ന ചെടികളൊക്കെ പാക്ക് ചെയ്യൽ നമ്മൾ 7 മണിക്ക് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് കുക്കിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കുറച്ച് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ തീർത്തിട്ട് പാക്കിങ്ങിന് നിൽക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. നമ്മൾ തനിയെ ഉള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഫുഡ് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് രാത്രിയിലേക്ക് ഫുഡ് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കണം. നമ്മളൊരാൾക്ക് ആ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അതിനോടൊരു ഇഷ്ടം. അപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പുറത്ത് ഇപ്പോഴും വെയിലിൻ്റെ ചൂടങ്ങ് പോയിട്ടില്ല. ചെടികൾ ശരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് മഴ നനയേണ്ട ടൈമാണ്. ഈ സമയത്ത് 2 നേരമാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നത്. ആ ഒരു നന കൊണ്ടാണ് കേട്ടോ ഇത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചപ്പും കേക്ക് അതുപോലെ സ്വീറ്റ് കോൺ പുഴുങ്ങിയതൊക്കെയാണ് നമുക്കിന്ന് ചായയിലേക്ക് കടിയായിട്ടുള്ളത്. ഇന്നൊരു 3 മണിക്ക് ഞാൻ പുറത്ത് പോയിട്ടോ. നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം പുറത്ത് പോയി വെജിറ്റബിളും ഫ്രൂട്ട്സും ബേക്കറിയും ചിക്കന് ഫിഷൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു. അതൊക്കെ അടുക്കി പെറുക്കി വെക്കൽ തന്നെ നമുക്കൊരു ജോലിയാണല്ലേ. എന്നാലും അതിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചീത്തയാവുമോ എന്നുള്ള പേടിയൊന്നുമില്ല. അങ്ങനെ ഫ്രിഡ്ജൊക്കെ അടിപൊളിയായിട്ട് ഞാൻ സെറ്റാക്കി വെച്ചു. ഇനി ഞാൻ എൻ്റെ കുഞ്ഞൊരു പാചകത്തിലേക്ക് കടക്കാം കേട്ടോ. നമുക്കിന്ന് മുട്ടക്കറിയാണ് രാത്രിയിലേക്ക് ഉണ്ടാക്കുന്നത്. പുറത്തൊക്കെ നല്ല ഇരുട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ടക്കറി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഉള്ളിയൊക്കെ വഴന്നു. അതിലേക്ക് ഞാൻ ഒരു 2-3 തക്കാളി ചെറുതാണ് വെട്ടിയിടുന്നുണ്ട് കേട്ടോ. പൊന്നു മുട്ടക്കറി ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഇന്ന് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അവൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. നമ്മൾ യൂട്യൂബൊന്നും നോക്കിയിട്ടല്ല കുക്ക് ചെയ്യുക. അവളെ റെസിപ്പിയും എല്ലാം അവൾ നോക്കി പഠിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ക്രീമി പരുവാവുന്നത് വരെ ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ വെന്ത് നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ക്രീമി പരുവായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് തക്കാളി പേസ്റ്റാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രീമി പരുവത്തിലായിട്ടാവും ഇനി ഇതുണ്ടാവുക. ഇതുപോലെ തക്കാളി പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ടാക്കിയ കറി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സെയിനൊക്കെ നല്ല പോലെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ കറി ഉണ്ടാക്കി കൊടുക്കും. അപ്പം നല്ല തിക്കായിട്ടൊക്കെ എടുക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ആവും കേട്ടോ. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മല്ലിയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്.
അപ്പോൾ മുട്ടക്കറി റെഡിയായി. ഇനി വലിയ കഷ്ണം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഷ്ണം മീൻ പൊരിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ നമ്മളിന്ന് കഷ്ണം മീൻ മസാല തേക്കാൻ പോവാണ്. മുളക് പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മൾ ബീച്ചിൽ കുറച്ച് നേരമൊക്കെ കാറ്റുകൊണ്ട് കറങ്ങി കുട്ടികളെ കളികളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയൊരു ഷോപ്പാണിത് കേട്ടോ. റുക്കിയാസ് എന്നാണ് ഇതിൻ്റെ പേര്. അപാര ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡ്. എണ്ണിയാൽ തീരാത്ത അത്ര പല വെറൈറ്റീസ് വിഭവങ്ങളുണ്ട് കേട്ടോ. കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ നെയ് റോസ്റ്റിൽ ബീഫ് വരട്ടിയത് വെച്ചിട്ട് അതുണ്ടായിരുന്നു, കൊത്തു പൊറോട്ട ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇനി കോഴിക്കോട് പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് കയറിയിട്ട് കഴിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പോരുന്ന സമയത്താണ് പിന്നെ നമ്മൾ ലുലു മാളിൽ കയറിയത് കേട്ടോ. ലുലു മാളിൽ കയറിയപ്പോൾ നമുക്ക് അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം റിയാദിലെ ലുലു മാളിൽ കയറിയ ആ ഒരു ഫീലിങ്സിൻ്റെ കൂടുതലൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് എഴുതിയിടുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് തന്നിട്ട് പോണേ. ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.